ഇന്നൊരു ടേസ്റ്റി തെരണ്ടി മീനാണ് വെക്കുന്നത്. അതിനായിട്ട് നമുക്ക് മീൻ കഴുകി എടുത്ത് വയ്ക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, പിന്നെ പുളി നമുക്ക് ആവശ്യത്തിനുള്ളത് വെള്ളത്തിലിട്ട് വയ്ക്കാവേ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കിടന്നങ്ങ് വരണ്ട് പോകണ്ടേ, ജസ്റ്റ് ഒരു ഇളം ബ്രൗൺ നിറമായാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പൊടി ഒന്നെടുത്ത് നേരത്തെ വെച്ചേക്കണേ. അതിനാവശ്യമായിട്ടുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണേ. ഇതൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് പൊടികളെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ തെരണ്ടിക്കറി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനാണേ. പൊടി ഇതുപോലെ ഒന്ന് കളറായി വരുമ്പോഴത്തേക്ക് ഒരു ശകലം പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം. ആ വെള്ളം ഒന്ന് വറ്റി വന്ന് തേങ്ങ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വരണം. അത് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു ശകലം ബാക്കി നമ്മുടെ ഇരിക്കുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കിടന്ന് ആ പുളിവെള്ളത്തിൽ മാത്രം കിടന്ന് ഒന്നും കൂടി അതൊന്ന് തിളയ്ക്കണേ. തിളച്ച് ഇപ്പോൾ കാണുന്ന രീതിയിലായി കഴിയുമ്പോഴത്തേക്കും എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞ് വന്നില്ലേ, ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തെരണ്ടി മീനെല്ലാം പെറുക്കി അതിലേക്ക് ഇടാം. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് മീനൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ മീൻകറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.